CBSE 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നവംബർ ഡിസംബർ മാസങ്ങളിൽ നടത്തുന്ന ഫസ്റ്റ് ടേം എക്സാമിന്റെ പാറ്റേൺ, അതോടൊപ്പം CBSE സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ, ഇവയാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. സാധാരണ ഒരു ആനുവൽ എക്സാമിനെ ബേസ് ചെയ്തിട്ട് സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് വിദ്യാർത്ഥികൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതെങ്കിൽ അതിൽ നിന്ന് വിഭിന്നമായിട്ട് പ്യുവർ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ടേം എക്സാമിന് വേണ്ടി CBSE പ്ലാൻ ചെയ്തിരിക്കുക. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിലും ഏറ്റവും പ്രാധാന്യവും ഒരു പരിധിവരെ നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ചിന്തിപ്പിക്കുന്ന അസർഷൻ റീസൺ ടൈപ്പും കേസ് സ്റ്റഡി ടൈപ്പ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ടേം എക്സാമിൽ നമ്മുടെ സയൻസ് മാത്തമാറ്റിക്സ് വിഷയങ്ങളിലെല്ലാം വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു വിദ്യാർത്ഥി മനസ്സിലാക്കുക, സാധാരണ ഒരു സബ്ജക്റ്റീവ് എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്ന അതേ ലാഘവത്തോടെ ഒരു കാരണവശാലും നിങ്ങൾ ഒബ്ജക്റ്റീവ് എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ പാടില്ല. കാരണം സാധാരണ ഒരു സബ്ജക്റ്റീവ് എക്സാമിന് സ്റ്റെപ്പിന് ഒരു പരിധിവരെ നമുക്ക് മാർക്ക് ലഭിക്കും. പക്ഷെ അങ്ങനെയല്ല, ഒബ്ജക്റ്റീവിന് കൃത്യമായ ആൻസർ ഇല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് അവിടെ നഷ്ടമാകും. അതുകൊണ്ട് തന്നെ ഓരോ വിദ്യാർത്ഥിയുടെയും പ്രസൻസ് ഓഫ് മൈൻഡും പ്രോബ്ലം സോൾവിങ് സ്കില്ലും ഒക്കെ കൃത്യമായിട്ട് അളന്നെടുക്കുന്ന ഒരു ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ ആണ് നിങ്ങളുടെ CBSE നമുക്ക് വേണ്ടി റെഡിയാക്കിയിരിക്കുക. സോ ഞാൻ സാംസൺ SS, എ ടീച്ചർ ഫോർ ഫിസിക്സ് ഫോർ ലാസ്റ്റ് 20 years, നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട CBSEയുടെ അപ്ഡേറ്റ്സും അതോടൊപ്പം പ്രോബ്ലംസ് വർക്ക്ഔട്ട് ആക്കുന്ന മെത്തേഡുകളും ഈ ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകും. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുവാനും. ക്ലാസ് 10ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ലഭിക്കാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സോ നിങ്ങൾക്ക് അതിലേക്ക് ലോഗിൻ ചെയ്യാം. ആദ്യം നമുക്ക് CBSE പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ടേം എക്സാമിന്റെ എസ്പെഷ്യലി നമ്മുടെ സയൻസുമായിട്ട് ബന്ധപ്പെട്ട എക്സാം അനാലിസിസ് നമുക്ക് നടത്താം. എത്ര ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റിലെ നമുക്ക് 90 മിനിറ്റിന്റെ ഒരു എക്സാമിനേഷൻ ആണ് CBSE പ്ലാൻ ചെയ്തിരിക്കുക. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ്, 3 സെക്ഷനുകളിലായിട്ട് 60 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുക. നോക്കിയേ, സെക്ഷൻ A 1 to 24 questions, section B 25 to 48, and section C 49 to 60. സോ ഓർക്കുക, ഓരോ സെക്ഷനിലും സെക്ഷൻ എയിൽ നമുക്ക് 24 ക്വസ്റ്റ്യൻസ് ആണ്, സെക്ഷൻ B 24 questions and section C 12 questions. ടോട്ടൽ ആയിട്ട് 60 ക്വസ്റ്റ്യൻസ് ആണ് 3 സെക്ഷനിലായിട്ട് നമ്മുടെ സയൻസ് വിഷയത്തിലുള്ളത്. ആ 60 ക്വസ്റ്റ്യനിലും ഓർക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓരോ സെക്ഷനിലും നമുക്ക് 4 ക്വസ്റ്റ്യൻസ്, സെക്ഷൻ A, സെക്ഷൻ ബിയിൽ നിന്ന് 4 questions and സെക്ഷൻ C 2 questions നമുക്ക് ബോണസ് ആയിട്ട് ചോയ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും 20 ക്വസ്റ്റ്യൻസ് മാത്രം നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ നിന്ന് അറ്റൻഡ് ചെയ്താൽ മതിയാകും. സെക്ഷൻ ബിയിൽ നിന്നും 20 ക്വസ്റ്റ്യൻസ്, സെക്ഷൻ സിയിൽ നിന്ന് ഔട്ട് ഓഫ് 12 യു ഹാവ് ടു അറ്റൻഡ് 10 ക്വസ്റ്റ്യൻസ്. പക്ഷേ വിദ്യാർത്ഥികൾ ഓർക്കുക, നമ്മൾ ഒരു സെക്ഷനിൽ നമുക്ക് ഫസ്റ്റ് സെക്ഷൻ ഒന്ന് എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻ, അതിനിടയിൽ നിങ്ങൾക്ക് മിസ് ചെയ്യാം ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് ടഫ് ആണെങ്കിൽ. പക്ഷെ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മുടെ CBSE മാർക്കിങ്ങിന് വേണ്ടി പരിഗണിക്കൂ. അപ്പൊ നിങ്ങൾ 24 ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്തെന്നിരിക്കട്ടെ, അതില് നിങ്ങൾക്ക് 1-2 ക്വസ്റ്റ്യൻസ് ആദ്യത്തെ 20-നുള്ളിൽ ആൻസർ റോങ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് റോങ് തന്നെയാണ്. പിന്നെ 21-22 ക്വസ്റ്റ്യൻസ് ശരിയാണെങ്കിലും കാര്യമില്ല എന്നുള്ള കാര്യം ഓർക്കുക. അതുകൊണ്ട് തന്നെ സെലക്ഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നോക്കണേ, ടോട്ടൽ ആയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നത് 40 മാർക്സ് ആണ്. അതിന്റെ ഡിവിഷൻ ഒന്ന് ശ്രദ്ധിച്ചേ. ആദ്യത്തെ സെക്ഷൻ എയിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യനും 0.8 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുക. ഇൻറ്റു 16 മാർക്ക് സെക്ഷൻ എയിൽ നിന്ന്. സെക്ഷൻ ബിയിൽ നിന്നും അതേപോലെ 16 മാർക്കാണ്.
then section C 10 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്, ടോട്ടലി 8. അങ്ങനെ 40 ക്വസ്റ്റ്യൻസ് ആണ്, 40 മാർക്സ് ആണ് ടോട്ടൽ ആയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ടേം എക്സാമിന് സയൻസിൽ നിന്ന് കിട്ടുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ടുഗദർ. ഈ 3 വിഷയത്തിനും ഈക്വൽ കോൺസെൻട്രേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് എന്ന് ഓർക്കുക. അതില് ആ ക്വസ്റ്റ്യൻ പാറ്റേൺ വരുമ്പോൾ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് പ്യുവർലി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ബട്ട് സിമ്പിൾ. സെക്കൻഡ് സെക്ഷൻ വരുമ്പോൾ കോംപ്ലക്സ് MCQs നമുക്ക് വെയിറ്റ് ചെയ്യാം. ബട്ട് ഇൻ അഡീഷൻ ടു ദാറ്റ് അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ട്. അത് സാധാരണ ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്ട്രാറ്റജി. ദെൻ സെക്ഷൻ സി വരുമ്പോൾ ഒരു കേസ് ടൈപ്പ് സ്റ്റഡി ക്വസ്റ്റ്യൻസ്, അതിനുള്ളിൽ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് നമുക്ക് സാധാരണ 10% ആണ് ഉദ്ദേശിക്കുക. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ്. സോ കീപ് ഇൻ മൈൻഡ് ദർ ഈസ് നോ നെഗറ്റീവ് മാർക്കിംഗ്. അതുകൊണ്ട് നമുക്ക് നമ്മുടേതായ രൂപത്തിൽ ചോയ്സ് എടുക്കാം. പക്ഷെ ഒരേ ഓർഡറിൽ അതിൽ ഓരോ സെക്ഷനിലും പറയുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ CBSE അക്സെപ്റ്റ് ചെയ്യൂ എന്നുള്ള കാര്യം ഓർക്കുക. നിങ്ങളെ ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ മസ്റ്റ് ആയിട്ട് തിയറി നന്നായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ നല്ല സ്കോറിങ് വരൂ. അപ്പോൾ ഐ എം എ ഫിസിക്സ് ടീച്ചർ, അതുകൊണ്ട് നമുക്ക് ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് സെൻസ് ചെയ്യാമെന്നാണ് വിചാരിക്കുക. അപ്പൊ അതിലെ ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് ചെകഞ്ഞെടുക്കുകയാണ്. അപ്പൊ അതില് ആദ്യത്തെ സെക്ഷൻ എയിൽ 8 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആ 8 ക്വസ്റ്റ്യൻസും അതോടൊപ്പം സെക്ഷൻ ബിയിലുള്ള 8 ക്വസ്റ്റ്യൻസും ആണ് ആദ്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പാർട്ട് വീഡിയോയിൽ we can continue with the section C and also some additional questions given by CBSE we can discuss there. So dear one, we can go with the first question. In your SQP, it is labeled as question number 18. Okay. Which diagram shows the image formation of an object on a screen by a converging lens? So, നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിന്റെ ഒരു അല്പ തിയറി നിങ്ങൾ മനസ്സിലാക്കുക. ഇമേജ് ഫോർമേഷൻ ബൈ എ ലെൻസ് വരുമ്പോൾ എന്തൊക്കെ റൂൾസ് ആണ് അതിനകത്ത് വരേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, when a ray is coming parallel to the principal axis, after refraction, it passes through the focus. But for a concave lens, after refraction, supposed to be diverged from that focus. വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ നേർവിപരീതമായ നിയമം. അതിന് പകരം ഫോക്കസിലൂടെയാണ് നമ്മുടെ റേ വരുന്നതെങ്കിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യം, yes, after refraction it becomes parallel to the principal axis. ഇത് ക്ലാരിറ്റിയോടെ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ if it pass through the optic center of the lens, there is no deviation. It passes undeflected ആയിട്ട് ആ റേ പ്രൊപ്പഗേറ്റ് ചെയ്യും. ഈ കാര്യങ്ങൾ മിനിമം നിങ്ങളുടെ മനസ്സിലേക്ക് അറിയണേ. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ, വിച്ച് വൺ ഈസ് കറക്റ്റ് അല്ലെ? നോക്കിയേ, ആദ്യത്തെ കേസ് ഓബ്ജക്റ്റ് ഇരിക്കുകയാണ്. യെസ്, അവിടെ നിന്ന് റേസ് വരെയാണ്. 2 into ഫോക്കൽ ലെങ്ത് ആണ് ഒരാൾ. അപ്പോ പാരലൽ ആയിട്ടുള്ള റേസ് ആണല്ലേ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത്. അത് ആഫ്റ്റർ റിഫ്രാക്ഷൻ ഏത് വഴി കടന്നു പോകുന്നു എന്നാണ് പറയുന്നത്? 2Fലാണ്. ഈസ് ഇറ്റ് പോസിബിൾ? നോ. എന്ത് ചെയ്യണം? പാരലൽ റേസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ഏത് വഴിയേ കടന്നു പോകാൻ പാടുള്ളൂ? ഫോക്കസിലൂടെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചോയ്സ് ക്യാൻസൽ ആയി, എലിമിനേറ്റ് ചെയ്തു അല്ലെ? ഈ മെത്തേഡ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എലിമിനേഷൻ മെത്തേഡ് എന്നാണ് അതിന് വിളിക്കുക. മറ്റൊരർത്ഥത്തിൽ നമുക്ക് പറയാം ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഓരോ ക്വസ്റ്റ്യനിലും ഏത് ചോയ്സ് ആണ് കറക്റ്റ് എന്ന് നമുക്ക് സെൻസ് ചെയ്യാം. യെസ്, അടുത്ത കൺസെപ്റ്റ് ഒന്ന് നോക്കിയേ. ഇവിടെയും അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് അല്ലെ? അവിടെയും രണ്ടാമത്തെ കേസ് വരുമ്പോൾ ഒരു റേ പോകുന്നത് ആഫ്റ്റർ റിഫ്രാക്ഷൻ ടു ദ 2F, ഡബിൾ എഫ് ആണെന്ന് പറയുന്നുണ്ട്. റോങ് ആണ്. അതോടൊപ്പം രണ്ടാമത്തെ റേ നിങ്ങളൊന്ന് നോക്കിയേ. ഇതാ ഈ ഓപ്റ്റിക് സെന്ററിലൂടെ പോയിട്ട് ഡീവിയേറ്റ് ചെയ്ത് പോയിരിക്കുകയാണ്. അതൊരിക്കലും പോസിബിൾ അല്ല അല്ലെ? യെസ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ നമുക്ക് ബി ചോയ്സും ക്യാൻസൽ ആയി. വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് വൺ? നോക്കിയേ, ദ ഫസ്റ്റ് റേ ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇറ്റ് പാസസ് ത്രൂ ദ ഫോക്കൽ ലെങ്ത്. ഗുഡ്, അത് കറക്റ്റ് ആണ്. അടുത്ത് നോക്കിയേ, ത്രൂ ദ ഓപ്റ്റിക് സെന്റർ ദർ ഈസ് നോ ഡീവിയേഷൻ. സോ ദാറ്റ് ഈസ് എക്സാക്ട്ലി ദാറ്റ് ഈസ് ദ കറക്റ്റ് വൺ. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്.
അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ സി ചോയ്സ് ആയിട്ട് മാറിക്കഴിഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. ദാറ്റ് ഇസ് ദ കൺസെപ്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കൃത്യമായിട്ട് സബ്ജക്ട് തിയറി മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ വാട്സപ്പ് ഉള്ള ലിങ്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. സോ ഇറ്റ് ബിക്കംസ് സോ ഗുഡ് ഫോർ യു. I can help you. SS physics classes നിങ്ങളെ സഹായിക്കാനുണ്ടാവും for this coming days. നോക്കൂ, which of the following can make a parallel beam of light when light from a point source is incident on it? ഒരു പോയിന്റ് സോഴ്സ് ഓഫ് ലൈറ്റ് ആണ്, പക്ഷേ അത് പാരലൽ ബീം ഓഫ് ലൈറ്റ് ഉണ്ടാക്കണമെന്നാണ് നമ്മളോട് പറയാം. ആദ്യത്തെ കേസിൽ നോക്കിയേ, കോൺകേവ് മിറർ. അപ്പൊ നമ്മുടെ കയ്യിലേക്ക് അതിനൊരു ചാൻസ് ഉണ്ടോ പാരലൽ ബീം ഉണ്ടാക്കാൻ? അപ്പൊ നമുക്കൊരു കോൺകേവ് മിറർ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാം. അപ്പൊ അതില് സി ദ കേസ് ഓഫ് വെൻ നമുക്കറിയാം, ഇത് ഫോക്കസ് ആയിട്ട് നമുക്ക് എടുക്കാം, ഇത് ഡബിൾ എഫ് ആയിട്ട് എടുക്കാം അല്ലെ. നമ്മൾ നേരത്തെ ഇമേജ് ഫോർമേഷനിൽ പറഞ്ഞ ആ ഒരു നിയമം ഒന്ന് ഓർത്തോണേ. ഫോക്കസിൽ നമ്മുടെ സോഴ്സ് വെച്ചെന്നിരിക്കട്ടെ, അപ്പൊ എല്ലാ ഡയറക്ഷനിലേക്ക് ലൈറ്റ് പോവാം അല്ലെ. So after reflection എന്ത് ചെയ്യും? That is very important. It will become parallel to the principal axis. പക്ഷെ അതിന് നിയമവശങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ നിയമങ്ങൾ ഓർക്കണുണ്ടോ? ഓക്കെ, ഏത് പോയിന്റിലും റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ അവിടെ നോർമൽ വരയ്ക്കണ്ടേ? ഒരു സർക്കിൾ എന്ന് പറയുന്ന പാർട്ടാണ് നമ്മുടെ കോൺകേവ് മിറർ എന്ന് പറയുന്നത്. അതുകൊണ്ട് റേഡിയസ് ആയിരിക്കും എപ്പോഴും അതിന്റെ നോർമൽ. അതുകൊണ്ടാണ് ഈ ആംഗിളും സെയിം ആയിട്ട് അവൻ പാരലൽ ആയിട്ട് പോയത്. സോ കോൺകേവ് മിറർ അതിന്റെ റിപ്ലിക്കയാണ് കേട്ടോ നമ്മുടെ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺവെക്സ് ലെൻസിന്റെ വൺ ഓഫ് ദ ഫോക്കസിലെ നമ്മുടെ സോഴ്സ് വെച്ചാൽ അവിടെ നിന്ന് വരുന്ന റേസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇറ്റ് ബിക്കം വാട്ട്? പാരലൽ. സോ ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടന്റ് വൺ. അപ്പൊ കോൺകേവ് മിററും കോൺവെക്സ് ലെൻസും ആദ്യത്തെ ചോയ്സ് തന്നെ നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. ആൻസർ ആണ് എ ആണ് ആൻസർ. അപ്പൊ കോൺവെക്സ് മിററും കോൺകേവ് ലെൻസും ഡൈവേർജന്റ് ആണെന്നുള്ള കോൺസെപ്റ്റ് മറക്കരുത് കേട്ടോ. അപ്പോ സ്വാഭാവികപരമായിട്ട് നമ്മളിപ്പോ ഇതൊരു കോൺവെക്സ് മിറർ ആണെന്നിരിക്കട്ടെ. അപ്പൊ നമ്മൾ അതിന് ഒരു സോഴ്സ് നമ്മൾ ഇവിടെ വെച്ചാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? അപ്പൊ അവിടെ നിന്ന് വരുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു റേ ഇങ്ങനെ വന്നു, അല്ലെങ്കിൽ ഈ റേ ഇങ്ങനെ വന്നു, അടുത്തൊരു റേ നമ്മൾ കൺസിഡർ ചെയ്താൽ ഡൈവേർജന്റ് ആണ് അല്ലെ. യെസ്, അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് കണ്ടോ, ഒരു കാരണവശാലും അത് പാരലൽ റേസ് നമുക്ക് തരത്തില്ല. നമുക്കപ്പോ ബി ചോയ്സ് പെട്ടില്ല. ഇവിടെ ടു പ്ലെയിൻ മിറേഴ്സ് പ്ലേസ്ഡ് അറ്റ് 90 ഡിഗ്രി. ഒന്ന് ചിന്തിച്ചോണേ, ഇങ്ങനെയാണ് നമ്മുടെ പ്ലെയിൻ മിറർ ഇരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സോഴ്സ് വെച്ചാല് നമുക്കറിയാം പല ഡയറക്ഷനിലൊക്കെ നമ്മുടെ ലൈറ്റ് വരും അല്ലെ. യെസ്, അപ്പൊ സ്വാഭാവികപരമായിട്ടും നമുക്കിവിടെ വേണ്ടത് പാരലൽ ബീം ഓഫ് ലൈറ്റ് വെൻ ലൈറ്റ് ഫ്രം എ പോയിന്റ് സോഴ്സ്. സോ ഇവിടുന്ന് അതിനനുസരിച്ചായിരിക്കും അത് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത് അല്ലെ. യെസ്, അപ്പൊ പല മൾട്ടിപ്പിൾ കോൺസെപ്റ്റിലേക്ക് അത് മാറും. സോ ആ ചോയ്സ് നമുക്ക് പറ്റില്ല. ഇനി കോൺകേവ് മിറർ ആസ് വെൽ ആസ് കോൺകേവ് ലെൻസ് നമുക്ക് പോസിബിൾ അല്ല. അപ്പൊ ഫസ്റ്റ് ചോയ്സ് എ തന്നെ നമുക്ക് ആൻസർ ആയിട്ട് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ അടുത്ത കേസ് എടുക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 20. ശ്രദ്ധിച്ചോണേ, വളരെ ഇമ്പോർട്ടന്റ് ആയ കേസാണ്. നോക്കിയേ, കൺസിഡർ ദീസ് ഇൻഡിസസ് ഓഫ് റിഫ്രാക്ഷൻ. ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മ്യൂ ഗ്ലാസ് എന്ന് നമുക്ക് കൊടുക്കാം. ദാറ്റ് വാല്യൂ ഈസ് വാട്ട്? 1.52. area, that is 1.00. So mu area that is equal to 1.0003, and water, the refractive index of water, that is equal to 1.333. Based on the refractive indices of three materials, arrange the speed of light through them in decreasing order. Speed in the decreasing. അപ്പൊ ഈ ഡിക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ കീപ് ഇൻ മൈൻഡ് ദ ഫസ്റ്റ് എലിമെന്റിന് കൂടുതൽ ഉണ്ടായിരിക്കണം, ഗ്രേറ്റർ കോൺട്രിബ്യൂഷൻ ആയിരിക്കണം. അപ്പൊ ഇതിൽ ഏത് കോൺസെപ്റ്റ് ആണ് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ സിമ്പിൾ ആയിട്ട്. യെസ്, യു ക്യാൻ. നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്
നമുക്കറിയാം സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ബൈ മീഡിയം അല്ലേ? ഈ സ്പീഡ് ഓഫ് ലൈറ്റ് എപ്പോഴും കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിട്ട് പറയാം? യെസ്, സ്പീഡിന് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ അല്ലേ? അപ്പൊ അവിടെ നിന്ന് എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? യെസ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുണ്ടെങ്കിൽ അവിടെ സ്പീഡ് കുറവായിരിക്കും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? സ്പീഡ് കൂടുതലാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടിയ സ്പീഡ് ആർക്കായിരിക്കും? നമുക്ക് എയറിനായിരിക്കും അല്ലെ? സോ സ്പീഡ് ഇൻ എയർ ആണ് ഏറ്റവും കൂടുതൽ അല്ലെ? അവനല്ലേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവ്. അതിനേക്കാളും ജസ്റ്റ് ഹയർ ഓർഡറിൽ ആര് വരും? വാട്ടർ നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലെ? അതിനേക്കാളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആർക്കാണ് കൂടുതൽ? ഗ്ലാസ്. അപ്പൊ അവനായിരിക്കും പിന്നെ കുറവായിട്ട് വരുന്നത്. അപ്പോൾ the speed of light in air is greater than the speed of light in water. That it must be greater than the speed of light in glass. So അങ്ങനെ വരുമ്പോൾ നമുക്ക് എക്സാക്ട് ആയിട്ട് ഏത് ആൻസർ പറയാം? That third option is the answer. കണ്ടോ? തിയറി നന്നായിട്ട് പഠിച്ചിരിക്കുന്നവർക്ക് ഈസിയോടെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകളാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, the next question. A beam of red light and a beam of violet light are incident at the same angle and incline the surface of the prism from air medium and produces angle of refraction, yes, R and V respectively, and which of the following is correct? അതില് നമ്മുടെ ആൻസർ ബേസ് ചെയ്ത് ഞാൻ ക്വസ്റ്റ്യനെ ഒന്ന് കറക്റ്റ് ചെയ്യണം. ആംഗിൾ ഓഫ് റിഫ്രാക്ഷന് പകരം I am treating it as an angle of deviation. തന്നിരിക്കുന്ന ആൻസർ സ്കീ ബേസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ടി വരും. കാരണം നോക്കൂ, വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. എന്താണ് ഡീവിയേഷൻ എന്ന് പറയുന്നത്? അപ്പൊ ഇവിടെ പറയുന്നത് റെഡ് ലൈറ്റ് ആയിക്കോട്ടെ വയലറ്റ് ലൈറ്റ് ആയിക്കോട്ടെ അവയുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് സെയിം ആണെന്ന് പറയുന്നു. ഗുഡ്, യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ ചിന്തിക്കാൻ പോകുന്നത്? എന്താണ് ഡീവിയേഷൻ? ഡീവിയേഷൻ എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡന്റ് റേ ആൻഡ് ഫൈനൽ റേ. ഇൻസിഡന്റ് റേ ആൻഡ് ഫൈനൽ റേ, അതാണ് നമ്മുടെ ഡീവിയേഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുക. എന്ന് പറയുമ്പോൾ ഇതാണ് ഇൻസിഡന്റ് റേ അല്ലെ? യെസ്. ഫൈനൽ റേ നോക്കിയേ, ഇതല്ലേ നമ്മുടെ ഫൈനൽ റേ ആയിട്ട് പറയാ. അപ്പൊ ഫൈനൽ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇതല്ലേ? അപ്പൊ സ്വാഭാവികപരമായിട്ടും വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ഡീവിയേഷൻ? ഇതല്ലേ ഡെൽറ്റ. ഈസ് ഇറ്റ് ക്ലിയർ? ആണ് ഡീവിയേഷൻ. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതിനാണ് ഡീവിയേഷൻ കൂടുതൽ? അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഇതല്ലേ നമ്മുടെ ഡിസ്പെർഷൻ എന്ന് പറയുമ്പോൾ. അങ്ങനെ വരുമ്പോൾ ഇതല്ലേ ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ റെഡിനെയും വയലറ്റിനെയും ഒന്ന് സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചേ. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കിയേ. റെഡിന് ഇതല്ലേ ഡീവിയേഷൻ, വയലറ്റിന് ഇതല്ലേ ഡീവിയേഷൻ. അങ്ങനെ വരുമ്പോൾ ഡെൽറ്റ 1 എന്ന് പറയുന്നത് ലെസ് കമ്പയർഡ് ടു അല്ലേ? അപ്പൊ റെഡിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വയലറ്റിനേക്കാൾ കുറവല്ലേ? അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏത് ഓപ്ഷൻ ആയിട്ട് നമുക്ക് പറയാം? ഇനി അങ്ങനെ അല്ല ക്വസ്റ്റ്യൻ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണെങ്കിൽ ഒരു അഡീഷണൽ പോയിന്റ് ആയിട്ട് ഓർക്കണേ. അപ്പൊ സ്വാഭാവികപരമായിട്ടും ഫസ്റ്റ് ഇന്റർഫേസിലെ റിഫ്രാക്ഷനെ പറ്റി നമുക്ക് ചിന്തിച്ചാൽ അപ്പൊ നമുക്ക് അവിടെ ഇത് 6 ആയിട്ട് നമ്മൾ എടുക്കുക. അപ്പൊ അവിടെ നമ്മുടെ സ്നെൽസ് ലോ നമുക്ക് കൊടുക്കാം. സ്നെൽസ് ലോ എന്ത് പറയും? നമുക്കറിയാം സിമ്പിൾ ആയിട്ട് സൈൻ ഓഫ് I ബൈ സൈൻ ഓഫ് R ഇസ് ഈക്വൽ ടു the refractive index of the second medium by the refractive index of the air അല്ലേ? യെസ്. ഇവിടെ നമുക്ക് എയറിനെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റന്റ് ആണ് അല്ലെ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കോൺസ്റ്റന്റ് എന്നല്ലേ ക്വസ്റ്റ്യനിൽ പറയണേ. പക്ഷെ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോൺസ്റ്റന്റ് ആണോ ഗ്ലാസിൽ? നമ്മുടെ റെഡും വയലറ്റും വരുമ്പോൾ വ്യത്യാസമാകില്ലേ? അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത്. മറക്കരുതേ നിങ്ങളെ. ലൈക്ക് സ്പീഡ് നമുക്ക് അങ്ങനെ പറയാം. അങ്ങനെ വരുമ്പോൾ സൈൻ ഓഫ് R ഈസ് പ്രൊപ്പോർഷണൽ ടു ലാംഡ അല്ലേ? എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേവ് ലെങ്ത് ആർക്ക് കൂടുതലാണോ അവന് നമ്മുടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കൂടുതലായിരിക്കില്ലേ? അങ്ങനെ വരുമ്പോൾ റെഡിനായിരിക്കില്ലേ അവിടെ കൂടുതൽ വരിക? സോ സിറ്റുവേഷൻ മാറും.
അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്തത് വിത്ത് റെസ്പെക്ട് ടു ദ SQP ആൻസർ. So D is the answer for you. That is the question number 21. Okay, 22. Question number 22. Examine the above figure and state which of the following option is correct. One small box in the figure is equal to 111 centimeter. Appo idoru box, idu 2, idu 3. So focal length is nothing but equal to 3 centimeter. But keep in mind one thing, it is a concave mirror. അപ്പൊ കോൺകേവ് മിറർ എന്ന് പറയുമ്പോൾ മറക്കരുത്, അവിടെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് മെഷർ ചെയ്യേണ്ടി വരുന്നത് പോളിൽ നിന്ന് ഇൻസിഡന്റ് ലൈറ്റ് റേക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ആയതുകൊണ്ട് ഇറ്റ് മസ്റ്റ് ബി നെഗറ്റീവ് -3 സെന്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് ആയില്ലേ? ഇനി എന്താ പറയണേ? അപ്പൊ നമ്മുടെ സി എന്ന് പറയുന്ന സെൻട്രല്ലേ എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി ഡബിൾ എഫിലല്ലേ ഇരിക്കുക. അപ്പൊ ഡബിൾ എഫിൽ ഇരിക്കുമ്പോൾ ഇമേജ് എവിടെ ഉണ്ടാകുമെന്ന് നമുക്കറിയാമല്ലോ. എവിടെയാണോ ഉണ്ടാകുക? അതേ പ്ലേസിൽ തന്നെയല്ലേ, അതേ സൈസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞൂടെ, ഇറ്റ് ഈസ് ഈക്വൽ ടു വി ഡിവിഷൻ ബൈ യു അല്ലേ? അപ്പൊ നമുക്കിവിടെ വി എന്ന് പറയുന്നത് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞൂടെ ആ വാല്യൂ? യെസ്. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയണം എന്താണ് വി. ഇവിടെ നോക്കി, അപ്പോ ഇമേജ് എന്ന് പറയുന്നത് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഓബ്ജക്റ്റ് അല്ലേ നമ്മുടെ മാഗ്നിഫിക്കേഷൻ ആയിട്ട് നമ്മൾ പറയാം. അപ്പോൾ ഇമേജ് ഡിസ്റ്റൻസും നമ്മുടെ ഓബ്ജക്ട് ഡിസ്റ്റൻസും ഇവിടെ എക്സാക്റ്റ് ആയിട്ട് സെയിം അല്ലേ? അപ്പൊ നമ്മൾ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഡിവിഷൻ ബൈ ഹൈറ്റ് ഓഫ് ദ ഓബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ എക്സാക്റ്റ് ആയിട്ട് 1 വരില്ലേ? പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചോണേ, നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് അല്ലേ? സോ ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണേ, -1 ആണ് ഇവിടുത്തെ മാഗ്നിഫിക്കേഷൻ. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. അങ്ങനെ വരുമ്പോൾ ഫോക്കൽ ലെങ്ത് -3 ആണ്, അതോടൊപ്പം മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് സോ വി ക്യാൻ സേ -1. അതുകൊണ്ട് എക്സാക്ട്ലി നമ്മുടെ ചോയ്സ് ഏതായിട്ട് നമുക്ക് പറയാം? ബി ആസ് ദി ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമ്മൾ തിയറി നന്നായിട്ട് പഠിച്ചാൽ നിങ്ങളെ കൊണ്ട് പോസിബിൾ ആകുന്ന കേസസ് ആണ് കേട്ടോ. യെസ്. സോ ഫോർ +2 സ്റ്റുഡൻസ് ഐ ആം സ്റ്റാർട്ടിംഗ് എ ക്രാഷ് കോഴ്സ് ഫോർ this term examination, so please share to your seniors that one. I can help you too, no doubt at all. നിങ്ങൾക്ക് ആ വാട്സപ്പിലേക്ക് നിങ്ങളുടെ സജഷൻസ് നിങ്ങൾക്ക് അയക്കാം. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. നോക്കൂ, ക്വസ്റ്റ്യൻ നമ്പർ 23. The angle of incidence from air to glass at the point O on the hemispherical glass slab is. So that is a very important one. പക്ഷെ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. That ray enter without any deviation. അങ്ങനെയാണെങ്കിൽ ആ തരത്തിലേക്ക് ഒരു റേ വന്നാൽ what we can say about the angle of incidence? എപ്പോഴും മറന്നു പോകരുത്, നമ്മൾ ഇവിടെ ഒരു നോർമൽ ഉണ്ടെങ്കിൽ ഇവനെ അല്ലേ നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ ഇവിടെ നേരെ അല്ലേ വന്നിരിക്കുക. അങ്ങനെ വരുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് become 0. That is very important. അപ്പൊ അങ്ങനെ വരുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 23ക്ക് നമുക്ക് ഏത് ആൻസർ ആയിട്ട് പറയാം? ബി എസ് ദി ആൻസർ. കണ്ടോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നും അല്ലേ? പക്ഷെ അങ്ങനെയല്ല, വളരെ ഈസിയോടെ നമുക്ക് ആൻസേഴ്സിലേക്ക് എത്താൻ പറ്റും. Now, a prism ABC with BC as base is placed in different orientations. A narrow beam of white light is incident on the prism as shown in the figure. In which of the following diagrams, after dispersion, the third color from the top of the spectrum corresponds to the color of the sky? അപ്പോ കളർ ഓഫ് ദ സ്കൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബ്ലൂ ആണ് അല്ലെ? അപ്പൊ ഡിസ്പേർഷൻ കഴിഞ്ഞിട്ട് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളുടെ ആരും ടോപ്പിൽ നിൽക്കണം, മൂന്നാമത് നിൽക്കണം, ബ്ലൂ നിൽക്കണം. സാധാരണ ഈ ഒരു കേസ് നമ്മൾ എടുത്താല് അവിടെ ഡിസ്പേർഷൻ നടക്കുമ്പോൾ ഈ ഒരു തരത്തിലല്ലേ വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ടോപ്പിലൊന്ന് നോക്കുമ്പോൾ 1 2 3 ആയിട്ട് നിൽക്കുന്നത് യെല്ലോ ആണ്. യെല്ലോ ആ കളറിൽ നമ്മുടെ ഒരു കാരണവശാലും നമ്മുടെ
നമ്മുടെ സ്കൈ വരില്ല, അത് ബ്ലൂ ആകണം അല്ലെ. അപ്പൊ ബ്ലൂ എവിടെയാ ഉള്ളത്? ഇവനാണ് അല്ലെ, പക്ഷെ താഴെ നിന്ന് മേപ്പോട്ടാണ് അല്ലെ. യെസ് ഓർ നോ? അപ്പൊ ഇവനെ പിടിച്ചങ്ങ് തിരിച്ച് ഇൻവേർട്ട് ചെയ്താലോ? നോക്കിയേ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. യെസ്, ദിസ് ഈസ് ദ സ്ട്രക്ചർ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ബോട്ടത്തിലേക്കാണ് ആര് വരിക? വയലറ്റ് ലൈറ്റ് അല്ലെ. അത് കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? ഇൻഡിഗോ. അത് കഴിഞ്ഞിട്ടാണ് ബ്ലൂ. സോ ഫ്രം ദ ടോപ്പ് വി ക്യാൻ സേ ദ തേർഡ് പ്ലേസ് കിട്ടും. എന്ന് പറഞ്ഞാൽ എക്സാക്ട് ആയിട്ട് പ്രിസം ഇൻവേർട്ടഡ് ആക്കി വെച്ചാൽ നമ്മുടെ ബ്ലൂ ലൈറ്റ് എന്ന് പറയുന്നത് ടോപ്പ് ഓർഡറിൽ മൂന്നാമതായിട്ട് നമുക്ക് എത്തിയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സാക്ട് ആയിട്ട് നമുക്ക് ആൻസർ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് പറഞ്ഞൂടെ? സോ ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടന്റ് വൺ. സോ നമ്മൾ ഓർക്കുക, സ്കൈയുടെ കളർ ബ്ലൂ ആണ്. ആ ബ്ലൂ എന്ന് പറയുന്നത് മൂന്നാമതായിട്ട് വരണമെങ്കിൽ നമ്മുടെ പ്രിസത്തെ തിരിച്ചു വെക്കണം. ഈ ഓറിയന്റേഷനിൽ ലൈറ്റ് മൂവ് ചെയ്യണം. അപ്പൊ ബേസിലേക്ക് നമ്മുടെ വയലറ്റ് വന്നിരിക്കും. അപ്പോൾ ഒരു മൂന്നാമത് ആളായിട്ട് നമ്മുടെ ബ്ലൂ കോൺസെപ്റ്റ് അവിടെ വന്നു. വളരെ കുറച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ മാത്രമേ അസർഷൻ റീസൺ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളൂ. പക്ഷെ ബുദ്ധിപൂർവം ശ്രദ്ധയോടെ പ്രസൻസ് ഓഫ് മൈൻഡ് എടുത്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഏറ്റവും വലിയ എൻട്രൻസ് എക്സാമായി പണ്ട് പറഞ്ഞിരുന്ന എയിംസ് എൻട്രൻസ് എക്സാം, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് ഇപ്പൊ നീറ്റ് എക്സാം ആണ്. ആ സമയത്ത് അവരുടെ ഒരു പ്രത്യേകതരം ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് ഇത്, അസർഷൻ റീസൺ എന്ന് പറയുന്നത്. നോക്കി ഇവിടെ ആ ചോയ്സസ് ഒന്ന് നോക്കിയ 4 ചോയ്സസ് ഉണ്ട്. ബോത്ത് എ ആൻഡ് ആർ ട്രൂ and R is the correct explanation of A. എങ്കിൽ നിങ്ങൾ A മാർക്ക്. A and R are true and R is not the correct explanation. അങ്ങനെയാണെങ്കിൽ B മാർക്ക് ചെയ്യാം. If A statement is true but R is false, C. A is false but R is true. അപ്പൊ ഇവിടെ എന്താ പറയണേ? അസർഷൻ ആയിട്ട് A സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നേ? Sky appears blue in the daytime. നമുക്കത് certainly correct ആണ് അല്ലെ. അപ്പൊ നമുക്കത് ട്രൂ ആയിട്ട് പറയാം. വൈറ്റ് ലൈറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 7 കളേഴ്സ്. അതിനെയാണ് നമ്മൾ വിബ്ജിയർ എന്ന് വിളിക്കുന്നത്. അതും ട്രൂ ആണ്. Can you interrelate between that assertion and reason? No. ആ 7 കളർ ഉള്ളത് കൊണ്ട് അല്ല നമ്മുടെ ഡേ ടൈമില് ബ്ലൂ വന്നത് അല്ലെ. അവിടെ സ്കാറ്ററിംഗ് എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ട്. അപ്പൊ റീസൺ അല്ല നമ്മുടെ റീസൺ, പക്ഷെ രണ്ടും ട്രൂ ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏത് ആൻസർ ആയിട്ട് നമുക്ക് പറയാം? The second option is the correct answer for that assertion reason type. കണ്ടോ, തിയറി അറിയാമെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കോൺഫിഡന്റ് ആണെങ്കിൽ ആൻസർ ഗുഡ് ആയിട്ട് നമുക്ക് കിട്ടും. അടുത്ത നമ്പർ ക്വസ്റ്റ്യൻ നമ്പർ 39. Okay, if the power of a lens is 4 diopter, it means that the lens is നമ്മുടെ സാധാരണ ഒരു ഇൻസ്ട്രുമെന്റിന്റെ കൺവേർജിങ് എബിലിറ്റി or the diverging ability of light, അത് മെഷർ ചെയ്യുന്ന ടേം ആണ് പവർ എന്ന് പറയുന്നത്. സാധാരണ അത് മെഷർ ചെയ്യുന്നത് റെസിപ്രോക്കൽ ഓഫ് ദ ഫോക്കൽ. അപ്പൊ ഓർത്തോളനെ, ആ ഫോക്കൽ ലെങ്ത് എപ്പോഴും മീറ്ററിലായിരിക്കും. സോ റെസിപ്രോക്കൽ ഓഫ് ദ ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റർ ഈസ് കോൾഡ് നമ്മുടെ പവർ ഓഫ് ദ ലെൻസ് എന്ന് പറയും. അപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഓർക്കണേ, ഇവിടെ നമ്മുടെ ചോയ്സ് ഒക്കെ സെന്റിമീറ്ററിലും വരാൻ ചാൻസ് ഉണ്ട്. ഈ പവർ എന്ന് പറയുന്നത് എപ്പോഴും മീറ്ററിലായിരിക്കണേ. ഇനി അഥവാ ഫോക്കൽ ലെങ്ത് സെന്റിമീറ്ററിലാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് അവനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന തരത്തിൽ സെന്റിമീറ്ററിലെ ഫോക്കൽ ലെങ്ത് നമുക്ക് യൂസ് ചെയ്യാം. ഗുഡ്, യെസ്. അപ്പൊ ഒന്നുകിൽ ദ റെസിപ്രോക്കൽ ഓഫ് ദ ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റർ, ഓർ വി ക്യാൻ സേ 100 by focal length in centimeter, we can call it as the power. So that is a very important. ഇവിടെ പറയുന്നത് മൈനസ് സൈൻ ആണ് അല്ലെ. മൈനസ് വരുമ്പോഴേ നമ്മുടെ ഒരു കാര്യം വ്യക്തമായി, അതൊരു കോൺകേവ് ലെൻസ് ആണ് അല്ലെ. എങ്കിൽ അവന്റെ പവർ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? സിമ്പിൾ ആയിട്ട് ഇവിടെ വരുന്നതെല്ലാം 50 ഒക്കെ വരുന്നതുകൊണ്ട് അത് സെന്റിമീറ്ററിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്. സോ ബൈ -4. അപ്പൊ -25 സെന്റിമീറ്റർ ആയിട്ട്, സോറി, മൈനസ് നമുക്ക് വേണ്ടത് ഫോക്കൽ ലെങ്ത് ആണ്. സോ ഫോക്കൽ ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? യെസ്, മൈനസ് focal length is equal to, yes, focal length is equal to 100 by power. അപ്പൊ ഇവിടുത്തെ പവർ എത്രയായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്? It is -4. So that is equal to what? -25. So that is the concept. So അങ്ങനെ വരുമ്പോൾ എക്സാക്ട് ആയിട്ട് ഓർഗനൈസ് സെന്റിമീറ്ററിലാണ്. നമുക്ക് ഏത് ചോയ്സ് ആയിട്ട് നമുക്ക് ആൻസർ പറയാം? The third choice as the answer.
അപ്പൊ നമ്മുടെ സെക്ഷൻ ബിയിലേക്ക് വന്നപ്പോഴേ പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 14. Rays from sun converge at a point 15 centimeter in front of a concave mirror. അപ്പൊ ഒരു കോൺകേവ് മിററിലെ സണ്ണിൽ നിന്നുള്ള റേസ് എന്ന് പറയുമ്പോൾ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ടല്ലേ എടുക്കുക. അങ്ങനെ വരുമ്പോൾ അത് പാരലൽ റേസ് അല്ലേ വരുന്നേ. പാരലൽ റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഏത് വഴി കടന്നു പോകുമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ഫോക്കസ് അല്ലേ. ആ ലെങ്ത് അല്ലേ നമുക്ക് 15 സെന്റിമീറ്റർ ആയിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫോക്കൽ ലെങ്ത് 15 സെന്റിമീറ്റർ ആണെന്നുള്ള കാര്യം ഉറപ്പിച്ചു. ഇവിടെ എന്താ പറയണേ? Where should an object be placed so that the size of its image is equal to the size of the object? അതിലെ ഓരോ ഓബ്ജക്റ്റ് ലൊക്കേഷനിലും എവിടെ ഇമേജ് ഉണ്ടാകും എന്നുള്ളത് വ്യക്തതയോടെ നിങ്ങൾ നോക്കിയിരിക്കണം കേട്ടോ. അപ്പൊ അതിലൊരു സ്പെഷ്യൽ കേസ് നമുക്കറിയാം. ഡബിൾ എഫിലായിരിക്കുമ്പോഴാണ് ഓബ്ജക്റ്റ് എവിടെ ഉണ്ടാകുന്നോ അവിടെ തന്നെ എന്തുണ്ടാവും? ഇമേജും ഉണ്ടാകും. അവിടെ ഒരു വളരെ ബുദ്ധിപൂർവ്വമുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. എന്താണെന്നറിയോ? The minimum separation between an object and its real image in a concave mirror എത്രയെന്ന് പറയാമോ? 0. കാരണം ആ പോയിന്റ് തന്നെയാണ് ഇമേജ് ഉണ്ടാകുക. സോ ഇവിടെ ഫോക്കൽ ലെങ്ത് 15 ആയി. അപ്പൊ നമുക്ക് ഡബിൾ എഫ് അല്ലേ ആൻസർ എന്ന് പറയുന്നത്? ഈക്വൽ സൈസ് ഉണ്ടാകാൻ. അപ്പൊ ഡബിൾ എഫ് എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആയി മാറിയില്ലേ? ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ അല്ലേ? സോ നമുക്ക് എക്സാക്ട് ആയിട്ട് 40 ഏത് ആൻസർ ആയിട്ട് പറയാം? ഫസ്റ്റ് ചോയ്സ്. കണ്ടോ, വളരെ കാര്യമായിട്ട്. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും ഓരോ ഇമേജ് ഫോർമേഷൻ ഏതാണ്ട് കോൺവെക്സ് ലെൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു 6 കേസസ് ഉണ്ട്. കോൺകേവ് മിററുമായി ബന്ധപ്പെട്ട ഒരു 6 കേസസ് ഉണ്ട്. അതോടൊപ്പം കോൺവെക്സ് മിറർ 2 കേസസ്, കോൺകേവ് ലെൻസ് 2 കേസസ്. അത്രയും ഇമേജ് ഫോർമേഷൻ പഠിച്ചിരിക്കണം. പറ്റുമെങ്കിൽ വരച്ച് തന്നെ പഠിക്കണം. എങ്കിലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കി ഇവിടെ പറയുന്നത് ദ റിയൽ ഇമേജ് ഓഫ് എ കാൻഡിൽ ഫ്ലെയിം formed by a lens is 3 times the size of the flame and the distance between the lens and the image, so V, that is equal to 80 centimeter. ഒരു കാര്യം ഓർക്കണേ, ഇവിടെ പറയുന്നത് റിയൽ ഇമേജ് ആണെന്നാ പറയുന്നത്. അപ്പൊ റിയൽ ഇമേജ് വരുമ്പോൾ സ്വാഭാവികപരമായിട്ട് നമുക്കറിയാം ഇൻവേർട്ടഡ് ആയിരിക്കും അല്ലെ. ഇവിടെ ഓബ്ജക്റ്റ് വെച്ചു നമുക്ക് 3 ടൈംസിന്റെ സംഗതി നമുക്ക് കിട്ടി എന്നാണ് നമ്മളോട് പറയാം. അപ്പൊ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് സൈൻ ഏത് കൊടുക്കും? ഇൻവേർട്ടഡ് ആയതുകൊണ്ട് -3 എന്ന് നമുക്ക് കൊടുക്കും. സിമ്പിൾ ആയില്ലേ? ഗുഡ്. അപ്പൊ മാഗ്നിഫിക്കേഷന്റെ സാധാരണ ഇക്വേഷൻ എന്താണാവോ? V/U അല്ലേ? യെസ്, എക്സാക്ട്ലി നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ V തന്നിട്ടുണ്ട് അല്ലെ. എന്താ കണ്ടുപിടിക്കേണ്ടത്? U അല്ലേ. അപ്പൊ യുവിന് പകരം നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാം? V/M അല്ലേ. V ഇവിടെ എത്രയും തന്നിട്ടുണ്ട് നോക്കിയേ. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റ് റേയുടെ അതേ ഡയറക്ഷനിലായതുകൊണ്ട് +80 അല്ലേ. യെസ്, അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. +80 ബൈ മാഗ്നിഫിക്കേഷൻ നമുക്ക് -3 അല്ലേ. സോ -80/3. സോ നമുക്ക് എക്സാക്ട് ആയിട്ട് ഏത് ഓപ്ഷനിലേക്ക് നമ്മൾ വന്നു? D as the answer. ഒന്ന് ചെക്ക് ചെയ്തേ, നന്നായിട്ടൊന്ന് ശ്രമിച്ചേ. സോ യു ഗെറ്റ് ദ ആൻസർ, നോ ഡൗട്ട് at all. ഓക്കെ, അടുത്ത ആ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ട്, സെന്റർ ഓഫ് കർവേച്ചറിലാണ് നമ്മുടെ ഓക്കെ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ദ ഫോക്കസ് ആൻഡ് ദാറ്റ് സെന്റർ ഓഫ് കർവേച്ചർ. While looking at the above diagram, Nalini concluded the following. First one, the image of the object will be the virtual one. അപ്പൊ ചിന്തിച്ചാണ് കേട്ടാ, ഒരു സാധാരണ കോൺകേവ് മിററില് എഫിനും സെന്റർ ഓഫ് കർവേച്ചറിനും ഇടയ്ക്ക് ഓബ്ജക്റ്റ് വെച്ചാൽ നമുക്ക് കിട്ടുന്നത് റിയൽ ആണെന്ന് അഷ്വർ അല്ലേ. അത് ഉറപ്പായിട്ടും ഇൻവേർട്ടഡ് അല്ലേ. അപ്പൊ നമുക്ക് ഉറപ്പിച്ചു അത് റോങ് ആണ്. അപ്പൊ ഫസ്റ്റ് വൺ തെറ്റാണ്. അടുത്തെന്താ പറയണേ? The reflected ray will travel along the same path as the incident ray but in opposite direction. ഒന്ന് ശ്രദ്ധിച്ചേ, ഇത് സി എന്ന് പറയുന്നത് നമ്മുടെ റേഡിയസ് അല്ലേ. അങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്നൊരു റേ പോയാൽ അത് റേഡിയസ് അല്ലേ. റേഡിയസ് എന്ന് പറയുന്നത് ഒരു സർക്കുലർ കൺസെപ്റ്റിൽ നോർമൽ അല്ലേ. അപ്പോൾ അതിൽ വന്നു വീഴുമ്പോൾ I 0 ആകില്ലേ. ഉറപ്പായിട്ടും അവൻ റിഫ്ലക്ട് ചെയ്ത് അതേ പാത്ത് വഴി പോകുമെന്നല്ലേ അതിന്റെ അർത്ഥം.
അങ്ങനെ വരുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ അല്ലേ? അടുത്ത കേസ് എന്താ പറഞ്ഞേ? ദ ഇമേജ് ഓഫ് ദ ഒബ്ജക്റ്റ് വിൽ ബി ഇൻവേർട്ടഡ്. ഉറപ്പിച്ച് നമുക്ക് പറയാം റിയൽ കൺസെപ്റ്റ് ആണ് ഉണ്ടാകുന്നത് കൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് അല്ലേ? This is a concave mirror and hence the focal length will be negative. സാധാരണ കേസിൽ നമുക്കറിയാം കോൺവെക്സ് മിററിന്റെ പോസിറ്റീവും കോൺകേവ് മിറർ നെഗറ്റീവ് തന്നെയാണ് ഫോക്കൽ ലെങ്ത്. സോ നമ്മുടെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് ആയതുകൊണ്ട് we can quote the third option as the answer. കണ്ടോ, വളരെ മനോഹരമായിട്ട് തിയറി അറിയാന്നുള്ളവർക്ക് ആൻസേഴ്സിലേക്ക് എത്തിക്കഴിഞ്ഞു. നോക്കിയേ കുഞ്ഞുങ്ങളെ, മീഡിയം 1, 2, 3, 1 എന്നിട്ട് പറയാണ് ഇറ്റ് ഈസ് മാർക്ഡ് as 1, 2, 3, 4. ഇറ്റ് ഈസ് ഗുഡ് as 5. ഓക്കെ, ഇരുന്നോട്ടെ അങ്ങനെ തന്നെ. കാരണം അങ്ങനെ വരാൻ പാടില്ല. കാരണം 4ഉം ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മീഡിയം ആണെങ്കിൽ അത് വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ ദ എബവ് ഡയഗ്രാം ലൈറ്റ് ഈസ് ട്രാവലിംഗ് ത്രൂ ഡിഫറെന്റ് മീഡിയം. ഓക്കെ, ഫൈൻ. It is noted by a scientist. The angle 1, 3, 4 equal 1, 3 and 4 are equal. And it is given that angle 2 is less than 1. 2 എന്ന് പറയുന്നത് 1-നേക്കാൾ കുറവാണ്. അപ്പൊ തന്നെ നമുക്കൊരു കാര്യം ഉറപ്പായി അല്ലേ, ഇതൊരു ഡെൻസർ ആകണ്ടേ, ബെൻഡ് ടുവേഴ്സ് ദ നോർമൽ അല്ലേ? അപ്പൊ ഉറപ്പായിട്ടും അത് കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ്. ഇനി നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ 1ഉം 3ഉം ഈക്വൽ എന്ന് പറഞ്ഞാൽ ആ 1 മീഡിയം തന്നെ ആയിരിക്കണം 3. എന്നാൽ മാത്രമേ ഈ എമർജന്റ് ആംഗിളും ഈ ഇൻസിഡന്റ് ആംഗിളും സെയിം ആവൂ. അങ്ങനെയാണെങ്കിൽ വിച്ച് ഈസ് ദ കറക്റ്റ് വൺ? Exactly the fourth option as the answer. അവിടെ എന്താ നമ്മളോട് പറയുന്നത്? Medium 1 and 3 are essentially the same medium, and medium 2 is denser than 1. That is a very important concept. So D is the answer. Very good, very good. Next question. The refractive index of the flint glass is 1.65. So the refractive index of the glass, that is equal to 1.65, and that for alcohol, that is equal to 1.36 with respect to air. What is the refractive index of the glass with respect to alcohol? What is the simple meaning? It's nothing but mu of glass by mu of alcohol. With respect to air എന്ന് നമുക്ക് ഡിവൈഡ് ചെയ്തുകൂടെ? എങ്ങനെ? ലൈക്ക് ദിസ് വൺ. യെസ്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? mu glass with respect to air by mu alcohol with respect to air. ഈ രണ്ട് ഡേറ്റയും നമുക്ക് കൃത്യമായിട്ട് അറിയില്ലേ? ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ എന്ന് പറയുന്നത് 1.65ഉം ദാറ്റ് ആൽക്കഹോൾ വിത്ത് റെസ്പെക്ട് ടു എയർ എന്ന് പറയുന്നത് 1.36ഉം അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സാക്ട്ലി 1.213 ആയിട്ട് കിട്ടില്ലേ? സോ അവർ ആൻസർ ബിക്കം ബി. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. തിരിച്ചും ചോദ്യം വരാം കേട്ടോ, വളരെ കൃത്യമായിട്ട് എഴുതിപ്പോയാൽ മതി. ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു ആൽക്കഹോൾ, ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. സോ വി റൈറ്റ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഗ്ലാസ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ആൽക്കഹോൾ. പിന്നെ എയർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയായി. സോ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Now number 47. The above lens has a focal length of 10 centimeter. The object of height 2 mm is placed at a distance of 5 centimeter from the pole. Then find the height of the image. ഒരു സിമ്പിൾ ആയ ഫോർമുല പറഞ്ഞു തരാമേ. മാഗ്നിഫിക്കേഷനും ഓബ്ജക്ട് ഡിസ്റ്റൻസും തമ്മിൽ നമ്മുടെ ലെൻസ് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉപയോഗിക്കേണ്ട റിലേഷൻ ആണ്. അങ്ങനെയുള്ള കുറച്ച് എളുപ്പ വഴികളുണ്ട് കേട്ടോ, അത് പറഞ്ഞു തരാം. അടുത്ത വീഡിയോകളിൽ നിങ്ങൾക്കത് ലഭ്യമാകും. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് ഉറപ്പായിട്ടും ആ വാട്സപ്പ് ലിങ്ക് ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യണേ. അതോടൊപ്പം ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ ലുക്ക് ഹിയർ, ദ മാഗ്നിഫിക്കേഷൻ ഈസ് ഗിവൻ ആസ് എഫ് ബൈ എഫ് പ്ലസ് യു. ഗുഡ്. ഇവിടെ നമുക്ക് ഓബ്ജക്റ്റ് സെപ്പറേഷൻ എന്ന് പറയുന്നത് യെസ് നമുക്ക് 5 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ലെൻസ് ആയതുകൊണ്ട് കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് +10 സെന്റിമീറ്റർ.
അങ്ങനെയാണെങ്കിൽ നമുക്ക് m ആദ്യം കണ്ടുപിടിക്കാമല്ലോ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 by 10 minus 5. So 10 by 5, that is equal to yes, exactly plus 2 എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഡിവിഷൻ ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് അല്ലേ, അതല്ലേ നമുക്ക് 2 mm ആയിട്ട് കിട്ടിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത് 2 mm into that sorry plus 2 ആണ്. Good 2 into what is the height of the object? It is 2 mm അല്ലേ. So you get the value as 4 mm എന്ന് നമുക്ക് ആൻസർ ആയി. That means C as the correct answer. So it is a very important concept. So keep in mind. Now see the next concept. നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മുടെ സെക്ഷൻ സിയും അതോടൊപ്പം അഡീഷണൽ ആയിട്ട് CBSE തന്നിരിക്കുന്ന സാമ്പിൾ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വേണ്ടി ഷെയർ നൽകുന്നതായിരിക്കും. സോ നന്നായിട്ട് പഠിക്കുക തിയറി, എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റൂ. സോ ടേക്ക് കെയർ. God bless you.